നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് പണ്ട് ഭീമാകാരന്മാരായ ജീവികൾ ഉണ്ടായിരുന്നു. അവയിലൊന്നായിരുന്നു ടൈറ്റനോബോവ. 50 അടി നീളവും 1 ടണ്ണിലധികവും ഭാരവുമുള്ള ഈ പാമ്പ് ദിനോസറുകൾക്ക് ശേഷം ഭൂമിയിലെ ഏറ്റവും വലിയ വേട്ടക്കാരനായിരുന്നു. പക്ഷേ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഈ ഭീമാകാരൻ പാമ്പ് ഇപ്പോഴും ജീവിച്ചിരുന്നെങ്കിലോ നമ്മുടെ ലോകം എങ്ങനെ മാറും? മനുഷ്യരാശിയുടെ നിലനിൽപ്പ് പോലും ഒരു ചോദ്യചിഹ്നമായി മാറുമായിരുന്നു. വാട്ട് ഇഫ് സീരീസിലേക്ക് സ്വാഗതം. ഈ ഭീമാകാരൻ പാമ്പുകൾക്ക് 30 മുതൽ 34 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഏറ്റവും അനുയോജ്യം. അതുകൊണ്ട് ആമസോൺ, കോങ്കോ, തെക്ക് കിഴക്കൻ ഏഷ്യൻ കാടുകളുടെ നദികളും ചതുപ്പുകളുമായിരിക്കും ഇവയുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങൾ. ഈ പാമ്പുകൾക്ക് 400 PSI ശക്തിയിൽ ഇരകളെ ഞെരിച്ചമർത്താൻ കഴിയും. അതുകൊണ്ട് മുതലകളും വലിയ മത്സ്യങ്ങളുമൊക്കെ ഇവയുടെ പ്രധാന ഇരകളാവും. ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ വേട്ടക്കാരനായതുകൊണ്ട് ജാഗൂറുകളെയും സാധാരണ ആനാക്കൊണ്ടകളെയും പോലെയുള്ള മറ്റ് വേട്ടക്കാർക്ക് ഇവ ഭീഷണിയാകും. നദികളിലെയും തടാകങ്ങളിലെയും മത്സ്യസമ്പത്ത് കുറയും, ജലജീവികളുടെ എണ്ണം കുറയും. ഈ ഭീമാകാരൻ പാമ്പുകൾക്ക് വലിയ പ്രദേശങ്ങൾ ആവശ്യമായതുകൊണ്ട് അവയുടെ സാന്നിധ്യം തന്നെ ആവാസ വ്യവസ്ഥയെ ആകെ മാറ്റിമറിക്കും. കാലാവസ്ഥാ വ്യതിയാനം ഈ പാമ്പിന്റെ നിലനിൽപ്പിന് അനുകൂലമാകുമോ എന്നത് ഒരു ചോദ്യമാണ്. മനുഷ്യർക്ക് നദികളിലൂടെയും ചതുപ്പുകളിലൂടെയുമുള്ള യാത്ര അതീവ അപകടകരമാകും. സുരക്ഷിതമായി ജീവിക്കാൻ നമ്മൾ പുതിയ സാങ്കേതിക വിദ്യകളും ഉയരമുള്ളതും ബലപ്പെടുത്തിയതുമായ വാസസ്ഥലങ്ങളും ഈ ഭീമാകാരൻ പാമ്പുകളെ കണ്ടെത്താനും അകറ്റി നിർത്താനുമുള്ള ന്യൂനത സംവിധാനങ്ങളും വികസിപ്പിക്കേണ്ടി വരും. ആമസോൺ പോലെയുള്ള പ്രദേശങ്ങളിലെ ഗതാഗതം പൂർണ്ണമായും മാറും. ആർമേഡ് ബോട്ടുകളും ഡ്രോണുകളും ആകാശയാത്രയ്ക്കുള്ള പ്രത്യേക വിമാനങ്ങളും സാധാരണമാകും. ടൈറ്റനോബോവയെ ട്രാക്ക് ചെയ്യാനും പ്രതിരോധിക്കാനുമുള്ള പുതിയ വ്യവസായങ്ങൾ പോലും ഉയർന്നു വരും. ഓരോ യാത്രയും ഓരോ ദിവസവും ഒരു സാഹസിക യാത്രയെ മാറും. മനുഷ്യന്റെ അതിജീവനത്തിനായുള്ള നിരന്തരമായ പോരാട്ടമായിരിക്കും ഇത്. ടൈറ്റനോബോവയുടെ സാന്നിധ്യം ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. ശാസ്ത്രജ്ഞരും സൈന്യവും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരും. ഈ പാമ്പുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദവും ഭയവും ഉണ്ടാകും. ടൈറ്റനോബോവയെ കുറിച്ചുള്ള പുതിയ കഥകളും പാട്ടുകളും സിനിമകളും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാക്കും. ഈ ജീവിയെ സംരക്ഷിക്കണോ അതോ ഇല്ലാതാക്കണോ എന്നതിനെ കുറിച്ച് വലിയ തർക്കങ്ങളുണ്ടാകും. വനങ്ങളിൽ ജീവിക്കുന്ന ആദിവാസി സമൂഹങ്ങൾ ഈ ഭീഷണി എങ്ങനെ നേരിടുമെന്നതും ഒരു പ്രധാന ചോദ്യമാണ്. ഈ ഭീമാകാരൻ പാമ്പ് കാരണം ടൂറിസം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകും. ദീർഘകാലാടിസ്ഥാനത്തിൽ ടൈറ്റനോബോവയെ സംരക്ഷിക്കാൻ വലിയ റിസർവുകൾ ഉണ്ടാകും. അതിന്റെ സ്വഭാവത്തെക്കുറിച്ചും ജീവശാസ്ത്രത്തെക്കുറിച്ചും കൂടുതൽ പഠനങ്ങൾ നടക്കും. മനുഷ്യനും ഈ ഭീമാകാരൻ പാമ്പും തമ്മിലുള്ള ബന്ധം തലമുറകളിലൂടെ വികസിക്കും. ആഗോളതാപനം ഈ പാമ്പിന്റെ ആവാസ വ്യവസ്ഥയെ വികസിപ്പിക്കുമോ എന്നത് ഒരു പ്രധാന ചിന്തയാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ വേട്ടക്കാരൻ മനുഷ്യനാണോ അതോ ഈ ഭീമാകാരൻ പാമ്പാണോ എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. പ്രകൃതിയുടെ ശക്തിയെയും നമ്മുടെ സ്ഥാനത്തെയും കുറിച്ച് ഇത് നമ്മളെ പഠിപ്പിക്കും. ഒരു പുതിയ സന്തുലിതാവസ്ഥ കണ്ടെത്താൻ മനുഷ്യരാശി നിർബന്ധിതരാകും. ടൈറ്റനോബോവ ഇപ്പോഴും ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ലോകം എത്രത്തോളം വ്യത്യസ്തമാകുമായിരുന്നു? ഈ ഭീമാകാരൻ പാമ്പിനെപ്പോലുള്ള ജീവിതം വെറും ഒരു ഭാവനയാണോ അതോ പ്രകൃതിയുടെ ഒരു മുന്നറിയിപ്പാണോ? ഈ വിസ്മയകരമായ ലോകത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാട്ട് ഇഫ് സീരീസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.